ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ. SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാദനം SYS ജില്ലാ കമ്മിറ്റി മലപ്പുറം, വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ സുന്നി യുവജന സംഘം സുഹൃതമിത. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളുമായി വളരെ സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്ന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു വിഷയമാണ് ജിന്ന്, സിഹിർ, പിശാച്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം കേരളീയ ഇസ്ലാമിക പരിസരത്ത് ചർച്ച ചെയ്യപ്പെടാനുണ്ടായ കാരണം? അത് മുജാഹിദിലെ ഇരു ഗ്രൂപ്പുകളും തമ്മിലുണ്ടായ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വിഷയം മുസ്ലിംകൾ ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നാളിതുവരെ മുസ്ലിം ലോകം അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്താണെന്നും അതുകൊണ്ട് പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്നും വാദിച്ചവരായിരുന്നു കേരളത്തിലെ ഇരുവിഭാഗം വഹാബികൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെയും ഹജ്ജ് സ്വീകാര്യമല്ലെന്നും, കാരണം അവിടെ വന്ന് ഹജ്ജ് ചെയ്യുന്നത് അബൂജഹലുകളാണെന്നും മുശ്രിക്കുകളാണെന്നും വരെ പ്രസംഗിക്കുവാൻ മലയാള ഭൂമികയിൽ ആളുകളുണ്ടായി എന്നത് എത്രമാത്രം ഭീകരമായ സംഹാരാത്മകമായ ഒരു തൗഹീദാണ് ഈ വിഭാഗം ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിന്റെ നേർസാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല?
അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 100,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അബൂജഹലിനേക്കാൾ വലിയ കാഫിറുകളാക്കാൻ വേണ്ടി കേരളത്തിലെ പുരോഹിതന്മാർ സ്വീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങൾ മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുന്നു എന്നതായിരുന്നു. എന്നാൽ ഈയിടെയായി ജിന്ന് പിശാച്ച് പ്രശ്നം രൂക്ഷമായപ്പോൾ ഏത് തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ ഇവർ മുശ്രിക്കാക്കുന്നത് എന്ന് പഠനം നടത്തേണ്ട ഒരു ബാധ്യത കേരളത്തിലെ മുജാഹിദുകൾക്കും ഒന്നുചേർന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാലം ഒരിക്കലും കുറ്റവാളികളോട് മാപ്പ് കൊടുത്ത ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തെ ശിർക്കാരോപണം നടത്തി അവരെ പിശാചിന്റെ ആളുകളായി ചിത്രീകരിച്ച ആളുകൾ സ്വയം പിശാചിന്റെ ആളുകളായി അവതരിക്കുന്ന ഏറ്റവും കൗതുകകരമായ കാഴ്ച കേരളം കാണേണ്ടി വന്നു. ഇവിഷയകമായി ചില പ്രശ്നങ്ങൾ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുമ്പോൾ അവര് നേരത്തെ പഠിച്ചു വെച്ച ഒരു ഉത്തരമുണ്ട്. അത് ഞങ്ങളിൽപ്പെട്ട ഏതാനും ചില ആളുകൾ അവര് പ്രസംഗത്തിൽ വന്ന ചില പിശകുകൾ മാത്രമാണ്, അതവർ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുത്തിയതിന് പിന്നാലെ നിങ്ങൾ എന്തിനു പോകുന്നു എന്ന് സാധാരണ അവർ ചോദിക്കാറുണ്ട്. ആ വാദം ഒരിക്കലും ശരിയല്ല. എന്തുകൊണ്ട്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേവലം ഒരു തിരുത്ത് എന്ന പേരിൽ എന്ത് തിരുത്തി, എവിടെ തിരുത്തി, എന്തുകൊണ്ട് തിരുത്തി എന്ന് പറയാതെ ഒരു തിരുത്ത് നേരത്തെ ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ വ്യക്തമായ ഒരു നിർദ്ദേശമില്ലാതെ, വ്യക്തമായ ഒരു സൂചനയില്ലാതെ എന്ത് തിരുത്തി എന്ന് പറയാത്ത കാലത്തോളം ഞങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടുമെന്ന് മടവൂരികൾ പറഞ്ഞപ്പോ ഇവർ ഗതിമുട്ടി. അങ്ങനെ ഇസ്ലാഹ് മാസികയിൽ മിസ്റ്റർ പാലത്തുമായി ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ഈ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നത്, ഓരോ സത്യവിശ്വാസിക്കും ഒരു ജിന്നിന്റെ സപ്പോർട്ടുണ്ടെങ്കിൽ അപകടങ്ങളിൽ നിന്ന് വരെ രക്ഷപ്പെട്ടേക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതാണ് തിരുത്തിയ പ്രധാനപ്പെട്ട വിഷയം. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, അഥവാ മനുഷ്യന് അപകടഘട്ടങ്ങളിൽ തുണയാകാൻ അള്ളാഹു നിശ്ചയിച്ചതും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും ജിന്നുകളിൽപ്പെട്ട കരിയൻ അല്ല, മലക്കുകളാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം അത്രയേ ഉള്ളൂ. മനുഷ്യനെ സഹായിക്കുവാൻ ജിന്നുകളുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല, പക്ഷെ മലക്കുകളുണ്ട് എന്നാണ് പറയേണ്ടത് എന്നാണ്. അടിസ്ഥാനപരമായി ഈ തിരുത്തായിട്ടില്ല. കാരണം അള്ളാഹു അല്ലാതെ അദൃശ്യമായി നമ്മെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നതാണല്ലോ മടവൂരികളും കേരളത്തിലെ മൗലവി ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ജിന്നി എന്നത് മലക്ക് എന്നാക്കി മാറ്റി എന്നത് ഉപേക്ഷിച്ചാൽ, എന്നത് മാറ്റിവെച്ചാൽ പ്രത്യേകിച്ച് തിരുത്തൊന്നും ഇവർ നൽകിയിട്ടില്ല. എന്നു മാത്രമല്ല, ജിന്നുകൾ രോഗം വരുത്തുമെന്നും ജിന്ന് കൂടുമെന്നും പിശാച്ച് കൂടുമെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. മാത്രവുമല്ല,
മനുഷ്യരുമായി പിശാച്ച് ബന്ധത്തിലേർപ്പെടും, ലൈംഗിക ബന്ധത്തിലേർപ്പെടും എന്നൊക്കെ പാലത്ത് പ്രസംഗിച്ചിരുന്നു. ഇതൊക്കെ തിരുത്തിയ വിഷയമാണോ? ഒരിക്കലുമല്ല. മറിച്ച് അദ്ദേഹം തന്നെ പിന്നീട് ഈ പ്രശ്നം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ വളരെ കൃത്യമായി അതെ രോഗം പരത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം തെളിവ് ധരിച്ച് പറയുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുക ശൈത്താനാണ് രോഗം പരത്തുന്നത്. അതെ, ഏറ്റവും കടുത്ത രോഗത്തിൽ അയ്യൂബ് അലൈഹിസ്സലാം കടുത്ത രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അദ്ദേഹത്തെ ശൈത്താൻ ബാധിച്ചു എന്നും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പിന്നീട് വന്ന ഇസ്ലാഹു മാസികകളിലൊക്കെ ജിന്നിനെയും സിഹിറിനെയും, ജിന്നുമായി ബന്ധപ്പെടുന്നതിനെയും ജിന്ന് കൂടുന്നതിനെയും സിഹിർ ഉണ്ടാകുന്നതിനെയും സ്ഥിരീകരിക്കുന്ന ധാരാളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് വരെ വളരെ വ്യക്തമായ ഭാഷയിൽ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാമെന്ന് വരെ 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആരും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ വിഷയം ജിന്ന്, സിഹിർ, പിശാച്ച്, വഹാബി, തൗഹീദ് എന്നുള്ളതാണ്. മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ച തൗഹീദ്, അതിൽ ഇവർക്ക് എത്രമാത്രം സ്ഥിരതയുണ്ട്, ഇവർ എത്രമാത്രം അതിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്ന് നാം ഇവിടെ പരിശോധിക്കുകയാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തിനാണ് മുമ്പൊക്കെ ഇവർ തൗഹീദ് എന്ന് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയകമായി മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം എന്താണ്? മറഞ്ഞ വഴിക്കാവട്ടെ തെളിഞ്ഞ വഴിക്കാവട്ടെ ഉപകാരവും ഉപദ്രവവും ഖൈറും ഷെറും വരുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ സഹായമില്ല തന്നെ. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കുകയില്ല തന്നെ. വിശുദ്ധ ഖുർആൻ. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, മുഴുവൻ കഴിവുകളും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതൊക്കെയും അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണ് എല്ലാ നിലക്കുള്ള സഹായവും എന്നതിന്റെ തെളിവാണ്. ഇത് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അർദ്ധ തൗഹീദിന്റെ ആളുകൾ, മറഞ്ഞ വഴിക്കും തെളിഞ്ഞ വഴിക്കും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന പൂർണ്ണ മുവഹിദുകളെ ശിർക്കാക്കുന്ന, മുശ്രിക്കുകളാക്കുന്ന കൗതുകകരമായ ഒരു രംഗമാണ് കേരളത്തിൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ മനസ്സിലാക്കണം, ജിന്നി വിവാദം ഉണ്ടായതോടുകൂടി ഇവര് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് കണ്ണേറിൽ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്നാണ് സക്കറിയ സലാഹിയെ പോലെയുള്ള ഇവരുടെ വലിയ വലിയ പ്രാസംഗികന്മാർ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട്? നാം ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ആ വസ്തുവിന് എന്തെങ്കിലും അപകടമുണ്ടാകുന്നു, അത് നമുക്ക് ഭൗതികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മറഞ്ഞ വഴിക്കുള്ള ഒരു ഉപദ്രവമാണ്. മറഞ്ഞ വഴിക്കുള്ള ഉപദ്രവം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ, നമ്മുടെ ഒരു നോട്ടം കൊണ്ടുണ്ടാവുകയില്ല എന്നാണ് ഈ ഭാഗം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കണ്ണേറിൽ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്ന് ഈ സക്കരിയ സലാഹി മുമ്പ് പ്രസംഗിച്ചത് നിങ്ങൾ കേൾക്കുക. പിന്നെ കണ്ണേറ് അല്ലെ, നമ്മുടെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമോട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ, എന്താ സൈനവാ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമോട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ്. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി, അമോട്ടിയാക്ക അതിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടി. നോക്കൂ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്. മറഞ്ഞ വഴിക്കുള്ള ഉപകാരം ഉപദ്രവവും അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണെന്ന് വിശ്വസിക്കണം, അതാണ് തൗഹീദ്. അതുകൊണ്ട് കണ്ണേറിൽ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാകുന്നു, കണ്ണേറ് സത്യമാകുന്നു. എന്നാൽ ജിന്നി വിവാദമുണ്ടായപ്പോ
ശംസുദ്ദീൻ പാലത്ത് ഈ സത്യം അംഗീകരിക്കേണ്ടി വന്നു. അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കണ്ണേറ് സത്യമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ